എന്റെ പേര് ഫിദ ഫാത്തിമ സിയാം. ഞാൻ +2 ജേർണലിസം വിദ്യാർത്ഥിയാണ്. തുണേരി ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തായാലും ഏതെങ്കിലും ഒരാൾ പ്രസിഡന്റ് ആവും അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും. അഥവാ നിങ്ങളായാല് നാദാപുരം താലൂക്ക് ആശുപത്രിക്ക് എന്ത് വികസന കൊടുക്കുന്നേ? ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ പ്രതീഷ് സാറ് പറഞ്ഞ് ആടെ ഭയങ്കര ചികിത്സയെല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ പോയിട്ട് എനക്കൊരു ചികിത്സ കിട്ടിക്കില്ല അവിടെ. എന്നിട്ട് ഞാൻ വേറെ ഹോസ്പിറ്റൽ പോയത്, തൊണ്ടയിൽ വെള്ളം കിട്ടിയിട്ട് ചെന്നേരം പറഞ്ഞു ഇപ്പൊ അവിടെ ഡോക്ടർ ഇല്ല, പിന്നെ വാ, എമർജൻസി കാര്യത്തിന് പോകുമ്പോ അന്നേരം തന്നെ വേണ്ടേ, അല്ലാണ്ട് പിന്നെ വാ എന്നിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ പണ്ട് കാലത്തോടെ ലേബർ റൂം ഉണ്ടായിരുന്നു, പ്രസവത്തിന്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഒരു കുറെ കാലമായി ഡയാലിസിന്റെ ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ വികസനം വന്നിട്ടില്ല അവിടെ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അത്. പക്ഷെ ഇപ്പൊ അതിന് വേണ്ട മരുന്നുകളില്ല, ഒന്നുമില്ല, അവിടെ ചികിത്സ കിട്ടുന്നില്ല. ജനങ്ങള് നിരാശയോടെ ആയിരുന്നു തിരിച്ചു മടങ്ങുന്നത്. ഒരു ഡോക്ടറും 500 ടോക്കനും അവിടെ കൊടുക്കുന്നത്. എന്തായാലും ഒരു ഡോക്ടറെ കൊണ്ടായി 500 ആളെ നോക്കാൻ എന്തായാലും ആവൂല. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് വികസനം ഉണ്ട് എന്നാണ് പറയുന്നത്? മോളെ 36 ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്ന ആശുപത്രിയാണ് ഇപ്പോഴും നാദാപുരം ഗവൺമെന്റ് ആശുപത്രി. തന്നെ മോൾ ഏത് സമയത്താ പോയത്? 36 അത് വളയം ഗവൺമെന്റ് ആശുപത്രിക്കുണ്ട്. അവിടെ കിടത്തി ചികിത്സ ഉണ്ട്. അല്ല നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഇപ്പോഴും കിടത്തി ചികിത്സയുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ലാബുണ്ട്. മൈനർ ഓപ്പറേഷൻ അവിടുന്ന് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ ഇനിയും ആശുപത്രി മെച്ചപ്പെടേണ്ടതുണ്ട്. ഡയാലിസ് സെന്റർ വരുന്നു എന്ന് പറഞ്ഞല്ല. ഡയാലിസ് സെന്ററിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി. ഇനി ഇലക്ട്രിഫിക്കേഷന്റെ കാര്യങ്ങൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത മാസം തന്നെ ഡയാലിസ് സെന്റർ നമ്മുടെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇതിങ്ങളിപ്പം വോട്ട് കിട്ടേണ്ടിട്ട് പറയുന്ന അല്ല. പൊതുവെ ഈ പാർട്ടിക്കാരെന്ന് വെച്ചാല് 5 വർഷമാകുമ്പോൾ പറയൂ LDF വരും, എല്ലാം ശരിയാവും. LDFന് വോട്ട് ചെയ്യാ, UDFന് വോട്ട് ചെയ്യാൻ വരും. ഞങ്ങൾ റോഡ് ഉണ്ടാക്കും, ഹോസ്പിറ്റൽ അതാക്കും, സ്കൂൾ വിദ്യാഭ്യാസം കൂട്ടുമെന്ന് പറയൂ. ഇതൊന്നും കണ്ടിക്കില്ല. എന്നിട്ട് പിറ്റേ അടുത്ത 5 വർഷം കഴിയുമ്പോ പിന്നെ വീട്ടിൽ വരും വോട്ട് ചെയ്യണമെന്ന്. ഇവിടുത്തെ സ്കൂൾ റോഡ് തന്നെ ഞാൻ കണ്ടിട്ടാ പറയുന്നത്. ഇവിടുത്തെ സ്കൂൾ റോഡില് ഇവിടെ താറ ഏതൊക്കെ അങ്ങോട്ട് കുറച്ച് കൊണ്ടുണ്ട്, ഒന്ന് നടന്നാ മതി. ആടെ താറ ചെയ്യാണ്ട് താറ് എടുത്തങ്ങ് പോയിക്കേ. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് തന്നെ 2 കൂട്ടർക്കും വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് തന്നെ മടുപ്പായി. ഇതേ ഈ കുട്ടി അവസാനം പറഞ്ഞ എന്ന കാര്യത്തിന് ഒരു മറുപടി ഞാൻ പറയുന്നു. 2 പഞ്ചായത്തുകൾ യോജിക്കുന്ന ഒരു അതിർത്തി സ്ഥലമാകുമ്പോ അത് ബ്ലോക്ക് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അവരെ ചെയ്തില്ല, എന്താ ചെയ്യാം? പിന്നെ ഇദ്ദേഹം പ്രതീക്ഷ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അവിടെ പിന്നെ എക്സ്റേ ഉണ്ട്, അവിടെ പിന്നെ ലാബ് ഉണ്ട്, എല്ലാത്തിനും പൈസ കൊടുക്കണോ? ഗവൺമെന്റ് ആശുപത്രി പൈസ കൊടുത്തിട്ട് ലാബ് പോയിട്ട് പരിശോധിക്കണം. പ്രൈവറ്റും ചെയ്തൂടെ? അതാണ് ആ ഗവൺമെന്റ് ആശുപത്രിന്റെ സ്ഥിതി. ഈ കുട്ടി പറഞ്ഞത് ശരിയാണ്. എന്ത് കിടത്തി ചികിത്സ നിങ്ങൾ ചെന്നോക്ക്. കിടത്തി ചികിത്സ ഉണ്ട്, തീർത്ത് ബെഡ് കാലിയാ. ഇതെവിടെയാ കിടന്ന് ഇവരെ കിടത്ത കാണട്ടെ, ബെഡ് കാലിയാ.